മണിച്ചിത്രത്താഴിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ എടുക്കുന്നത്. കഴിഞ്ഞ ഭാഗം എടുത്തായിരുന്നു. അപ്പോൾ എല്ലാവരും സിനിമ കണ്ട് ആസ്വദിച്ച് കാണുമെന്നും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും നിങ്ങൾ രണ്ടാമത്തെ ഭാഗം കാണുക, ആസ്വദിക്കുക. നമുക്ക് സിനിമയിലോട്ട്. മന്ത്രവിധി പ്രകാരം ചിത്രപ്പൂട്ടിട്ട് പൂട്ടിയിരിക്കുന്ന മുറികളാണ് അവിടെ. ഇപ്പോഴും ആണ്ടുതോറും ദുർഗാഷ്ടമിക്ക് ചില ചടങ്ങുകളൊക്കെ നടത്തി ആ ചിത്രപ്പൂട്ടിൽ ബന്ധനത്തകിട് പൂജിച്ചു കിട്ടും. പണ്ടങ്ങോ ദുർമരണപ്പെട്ട രണ്ടാത്മാക്കളെ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ ചെറുപ്പക്കാർക്ക് ഇതൊന്നും വിശ്വാസം വന്നോളന്നില്ല. എന്നാലും മോള് ആ ഭാഗത്തേക്ക് പോകണ്ടെന്ന് വെച്ചേക്കണം. ഇത് പറയാനാ ഞാൻ വന്നത്. നമ്മൾ എന്തിനാ വെറുതെ ചത്തുപോയവരോട് വാശി പിടിക്കുന്നത്? ആരൊക്കെയാ ഈ ചത്തുപോയവര്? 150 വർഷങ്ങൾക്ക് മുമ്പാ. അന്ന് ഇവിടെ മൂപ്പ് ഭരിച്ചിരുന്ന പ്രതാപശാലിയായ ഒരു കാർന്നവരുണ്ടായിരുന്നു. ആ കാർന്നവര് തഞ്ചാവൂരിൽ നിന്നങ്ങാണ്ട് ഒരു നൃത്തക്കാരിയെ മേഡമെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. നാഗവല്ലി എന്നായിരുന്നു ആ തമിഴത്തിയുടെ പേര്. തമിഴത്തി വേറൊരാളുമായിട്ട് സ്നേഹത്തിലായിരുന്നു. രാമനാഥന്റെ പേരുള്ള ഒരു നൃത്തക്കാരനുമായിട്ട്. എന്തായാലും ഒരിക്കലും നാഗവല്ലിയെ തിരക്കി നമ്മുടെ തെക്കിനിയുടെ തൊട്ടപ്പുറത്തുള്ള വീടാ പടിപ്പുരയ്ക്കല്. എന്തിനു പറയുന്നു, കാർന്നോരെങ്ങനെയോ ഈ രഹസ്യങ്ങളൊക്കെ അറിഞ്ഞു. അന്ന് അർദ്ധരാത്രി നാഗവല്ലിയെ കാർന്നോരെ നമ്മുടെ തെക്കിനിലിട്ട് വെട്ടിക്കൊന്നുകളഞ്ഞു. 8ാം ദിവസം ദുർഗാഷ്ടമി രാത്രിയില് നാഗവല്ലിയുടെ പ്രേതാത്മാവ് ഒരു രക്തയക്ഷിയായിട്ട് മാറി കാർന്നവരെ കുത്തി കൊലപ്പെടുത്താൻ വേണ്ടി അരക്കകത്ത് വരെ കയറി ചെന്നാ പറയുന്നത്. കാർന്നവരെന്തൊക്കെയോ ഭയങ്കര മന്ത്രമൊക്കെ ചൊല്ലി ഒടുവിൽ രക്ഷപ്പെട്ടു. അതീ പിന്നെ നാഗവല്ലിയുടെ പ്രേതാത്മാവ് തീരാപ്പകയോടെ ഈ തറവാട്ടിലൊക്കെ അലഞ്ഞടക്കാൻ തുടങ്ങി. ഞാനും ആശുവും കൂടെ ഈ കൊട്ടാരത്തിൽ പോയായിരുന്നു. ആലപ്പാറ പോറ്റുമാര് വന്ന് 61 ദിവസം മാന്ത്രിക ക്രിയകളൊക്കെ നടത്തിയിട്ടാ തമിഴത്തിയുടെ ആത്മാവിനെ ആ തെക്കിനി ബന്ധിച്ചത്. ആ പഴയ കാർന്നവരും അവസാനം വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യായിരുന്നു. ആ ആത്മാവിനെ ഈ തെക്കിനിക്കകത്ത് തന്നെയാ ബന്ധിച്ചിരിക്കുന്നത്. ഇതൊക്കെ മുത്തശ്ശിമാര് പറഞ്ഞു കേട്ട കഥകളാണേ. സത്യം എന്താണെന്ന് ആർക്കറിയാം. ആ പിന്നെ ആ രാമനാഥം വന്ന് രഹസ്യമായിട്ട് താമസിച്ച വീട്ടില് ഇപ്പോഴാരാ താമസിക്കുന്നറിയോ? അല്ലിയുടെ ചെക്കനാ, ആ കോളേജ് ലെക്ചറർ. കൽക്കട്ടയെ വെച്ച് നകുലേട്ടന്റെ അമ്മ എന്നോട് പറയാറുണ്ട്, ഇവിടെ അമൂല്യങ്ങളായ ഒത്തിരി സാധനങ്ങളൊക്കെ കിടപ്പുണ്ടെന്ന്. ഞാൻ ഇവിടെ എല്ലാം അരിച്ചു പെറുക്കി നോക്കിയിട്ടും എന്തെങ്കിലും ഒരെണ്ണെങ്കിലും കാണണ്ടേ? എനിക്ക് തോന്നുന്നത് എല്ലാം ആ പൂട്ടിയിട്ടിരിക്കുന്ന മുറിക്കകത്ത് കാണുമെന്നാ. വിലപിടിപ്പുള്ള സാധനങ്ങൾ കളവ് പോകാതിരിക്കാൻ പണ്ടാരോ ബുദ്ധിപൂർവ്വം ഉണ്ടാക്കിയതായി പ്രേതകഥയൊക്കെ. അപ്പൊ പിന്നെ പേടിച്ചിട്ട് ആരും തുറക്കില്ലല്ലോ. എന്തായാലും എനിക്ക് ആ മുറി ഒന്ന് തുറന്നു കാണണം. എന്താ നകുലേട്ടാ, ഞാൻ തുറന്നോട്ടെ? താൻ തുറക്കടോ. നല്ല രസമല്ലേ താങ്കളുടെ ഭൂമി? പക്ഷെ ഈ കട്ടിൽ ഇതുപോലെ തന്നെ അവരവിടെ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മുறை വന്ന് പാരായോ പാരായോ
വിലക്കപ്പെട്ട മുറിയായിരുന്നു അത്. തെക്കിനി പുതിയ താക്കോല് പണിയിപ്പിച്ചെന്ന് കേട്ടാ ഞാൻ ഓടി വന്നത്, തുറക്കരുതെന്ന് പറയാൻ. അപ്പോഴേക്കും അച്ഛനും ഒക്കെ ഇത്രയ്ക്ക് പറഞ്ഞ സ്ഥിതിക്ക് ഇതിപ്പോ വേണ്ടിയിരുന്നില്ല ഗംഗേ. ഈ പ്രായശ്ചിത്ത കർമ്മം നടത്തി കുംഭം കൊണ്ടുവന്ന് മാടമ്പള്ളി തെക്കിനി സ്ഥാപിച്ച് വാതില് രക്ഷാത്തകടിട്ട് ബന്ധിക്കുന്നത് വരെ എനിക്കൊരു സ്വസ്ഥതയില്ല. அந்த ஆகரியில கீர்த்தனை ஒண்ணு பாடுறீங்களா? ആരാത്? நான் தான் நாகவல்லி. ആദ്യം ഓടും. അതുകൊണ്ട് അന്ന് എല്ലാവരും നല്ല സന്തോഷത്തോടെ കണ്ട സിനിമയിലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. യക്ഷ സിനിമയാണെങ്കിൽ ഇവരെ ഈ സിനിമയിൽ മാത്രമേ കണ്ടുള്ളൂ, പിന്നെ വേറെ സിനിമയിലൊന്നും കണ്ടതായി ഓർക്കുന്നു.